നമ്മുടെ മെസ്സിനെ മിസ് പെനാൽറ്റിന്ന് വിളിച്ച് കളിയാക്കട ചങ്ങായത്. ഓൻ പുറത്തേക്ക് അടിക്കണം. ഓനെ കൊണ്ട് ഇത് പുറത്തേക്ക് അടിപ്പിക്കണ റബ്ബേ. ഹൗത്ത് കടിച്ച പടച്ച റബ്ബേനെ എന്നെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. റബ്ബാണ് 5 നേരം നിസ്കരിച്ചോളാം. വെള്ളിയാഴ്ച റിലീസ് പടം ജുമാ ഒഴിവാക്കി പോവില്ല കാണാൻ. കുറച്ചോനെ പുറത്തേക്ക് അടുപ്പിക്കണേ. പുറത്തേക്ക് പ്ലീസ്. പുറത്തേക്ക് അടുപ്പിക്ക്. പൊടച്ചോനെ ഇങ്ങള് കാത്തോളി. ഗ്ലൂക്കോസും വെള്ളം മഴ പെയ്ത് പുയവെള്ളം കരകവിഞ്ഞൊഴുകുമ്പോൾ പുയവാക്കിരുന്നവർ പയം പുഴുങ്ങി. അങ്ങനെ പുഴുങ്ങിയ പയം തിന്നിട്ടവർ പുയങ്ങി. പാത്രക്കണ്ണോണ്ടപ്പം ചുട്ടപ്പം കരിഞ്ഞു പോയി. വന്ന മാപ്പള തെറ്റിപ്പോയി. ബാപ്പൂട്ടി തീപ്പട്ടി മേപ്പട്ടെറിഞ്ഞപ്പോ തീപ്പട്ടി വീണത് മേപ്പടിമേ. തീപ്പട്ടി എടുക്കാനായി ബാപ്പൂട്ടി എണിച്ചപ്പോ ബാപ്പൂട്ടി വീണത് മർപ്പടിമേ. അധ്വാനം ആരോഗ്യം സമ്പത്ത് സമത്വം സ്വാതന്ത്ര്യം വിപ്ലവം പോരാട്ടം കൊട്ടേലെന്താണ് പൗത്തമാങ്ങ റുപ്പിക്ക് 2 മാങ്ങിക്കു മോനെ തൊള്ളക്ക് ചാതാണ്. മാണ്ട കാക്ക പള്ളക്ക് കേടാണ്. ബസീർ ബസാനി നാസർ നാസാക്കി ശരീഫ് ശരിയാക്കി ചാത്തപ്പൻ ചാട്ടാക്കി. ഓല തൊടിയോല വീണ് ഓല പറഞ്ഞാൽ ഓലതാണെന്ന്. ഓലെടുത്തോട്ടെ ഓല സിറഫ് മോനെ ചായ കുടി ചായന്റൊപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലും നീരാണ് പാപ്പാക്ക് കോഴിക്കോട്ട് പേപ്പറടി. ഇരിക്കാം കുടു 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 ഇരിക്കാം കുടു 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 അസ്സലാമു അലൈക്കും.
ഞാൻ ഇന്ന് സുബൈ ഇവിടെ നിന്ന് ചിലവാക്കാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ സ്ഥിരം ജനാലുണ്ടല്ലോ, അവിടുന്ന് ആൾക്കാർ ഈ ലൈറ്റ് ഓണാക്കി ഉണരുന്നതും ടോർച്ച് അടിച്ചും ബൈക്ക് ഓടിച്ചൊക്കെ പള്ളിയിലേക്ക് വരുന്നത് ഒന്നും കാണാൻ പറ്റൂല. കാരണം ഇവിടേക്ക് ഒരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചത് കണ്ടില്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ ആണോല്ലോ ഈ മനുഷ്യന്മാരുടെ ഓരോ ഏർപ്പാടുകളെ. ദാ അബൂബക്കർ മൗലവി എണീറ്റു. ദാ വന്നോളി, തുണിയും കുപ്പായൊക്കെ എടുത്തോളി. ഇനി മൂപ്പര് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് ഒലുവെടുത്ത് ബാങ്ക് കൊടുക്കും. അതെ, ഈ അബൂബക്കർ മൗലവി ബാങ്ക് കൊടുത്താലേ ഈ തോട്ടിൻ്റെ അക്കരെ ഗ്രാമത്തിൽ സൂര്യൻ ഉദിക്കുള്ളൂ. അല്ലെങ്കിൽ അന്നേ ദിവസം സൂര്യൻ തന്നെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ഒരൊലക്ക മത്തച്ചാല. ആരെ ഇപ്പം ഇത്ര നേരത്തെ? ബാങ്കും കൂടി കൊടുത്തിട്ടില്ലല്ലോ. ആര്? അയമോ? ഞമ്മളായമോ? ഹേയ്, അതാണ് ഞാനും ചോദിക്കണേ. ഓനാ? ആ, എനിക്ക് പണ്ടേ സംശയമുള്ളതാ. എന്നാലും ചെങ്ങായി ഓനോ? യാ കൂത്താ. അതാരൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒച്ചയും വിളിയിടുന്ന ആളാണ് യൂസുഫ്. ഓനെല്ലാ മഴക്കാലത്തും വലയും ചൂണ്ടലായിട്ട് ഇറങ്ങലുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മീൻ കുത്തിയിട്ടില്ല. ഇതാണ് ഈ ഉലകം ഇന്റർനെറ്റ് കാഫേയുടെ ഓണർ നസ്രു. ഈ മുത്ത് എങ്ങനെയാണ് നാനോ കാർ വാങ്ങിയെന്ന് പിന്നീട് പറയാം. പിന്നെ വെപ്രാളം ആഷിഖ്, ഓനാണ് എല്ലാവരെയും മൂപ്പിച്ച് മീൻ പിടിക്കാൻ കൊണ്ടുവരിക. പക്ഷെ 5 മിനിറ്റിൽ മീൻ കിട്ടിയില്ലെങ്കിൽ ഓനൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയാവും. പിന്നെ അപ്പു എന്ന അഫ്താബും ഫൈസലും, ഇവര് സുജായികളാ. മറ്റുള്ളവർക്ക് മീൻ കിട്ടിയാൽ അത് ചുട്ടോ പൊരിച്ചോ തിന്നാം. ഇനി കിട്ടിയില്ലെങ്കിലോ ടൗണിൽ ഷവർമയും ബ്രോസ്റ്റും ഉണ്ടല്ലോ. പിന്നെ ആ വണ്ടി ഓടിക്കുന്ന ആളുണ്ടല്ലോ, ഓനാണ് അജ്മൽ. ഓനാണ് ഇവരെയൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്. കാനഡയിൽ നിന്ന് വിമാനം കയറി വന്ന ഓൻ നേരെ വാണിയമ്പലത്ത് പോയി 100 വിത്ത് മീനെ വാങ്ങി. എന്നിട്ട് മൈനിങ് നിർത്തിയ സ്വന്തം കോറിക്കൊണ്ടുവന്നിട്ടു. പിന്നെ അവർ തന്നെ അതിന് തീറ്റ കൊടുത്ത് വളർത്തി അവർ തന്നെ ചൂണ്ടയിട്ട് ലാവിഷായി ജീവിക്കുന്നു. അല്ല, ഇതൊക്കെ പറയാൻ ഇജാരാ എന്നാ ഇക്കാര്യം നിങ്ങൾ ആലോചിക്കണ്ടാവുക അല്ലേ? ആരെയാണ് പടച്ചോൻ ഈ വിളിക്കുന്നത്? അല്ലയോ രണ്ടു കൂട്ടരെ എന്നാ പടച്ചോൻ പറയണത്? അതിലൊന്ന് നമ്മള് മനുഷ്യന്മാരാണ്, രണ്ടാമത്തതാരാ? അതാണ് സഹോദരങ്ങളെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വംശം. ആ മൗലവി പ്രസംഗിക്കണില്ലേ എന്നെ കുറിച്ചാ? ഞാനാണ് ജിൻ. ജിൻ ആസ് ഇൻ ജാങ്കോ ടീ കരിയാക്കൂല. ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ അല്ലേ? കവലയായ കവലയിലൊക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണ് ചർച്ചാ വിഷയം. പോസ്റ്ററൊക്കെയാണ് ഇവിടെ. എന്നാലും വണ്ടി ഇപ്പൊ എങ്ങടെ പോണ്? ഹൈ, എങ്ങനെ അറിഞ്ഞ്? എന്നാലും ആ ചെങ്ങായി, ഹൈ ഹൈ, എന്താ അജ്മല എൻ്റെ അഞ്ചൻ്റെ കഥ? ഹൈ, അല്ല അന്നോട് ഇപ്പൊ എന്താ പറയാ? ഫൈസലാക്കാനൊക്കെ അറിയണത് ഓൻ തന്നെയാണ്. ഫൈസലാക്കാനോടൊക്കെ പറഞ്ഞതേ തന്നെ പൈസലേ? എന്താ സംഭവം? ഇപ്പം ഇതന്നെ ഓൻ രാവിലെ വണ്ടിയായിട്ട് പോവും, കോഴിക്കോട് നിന്ന് പെണ്ണെ കയറ്റും. പിന്നെ ഓൻ്റെ ചെങ്ങായിമാരെല്ലാം അറേഞ്ച് ചെയ്തേക്കണ്. എന്തിന്? രജിസ്റ്റർ ചെയ്യാൻ. ഓൻ എവിടുക്കാ പോയിക്കണെന്ന് ഓൻ ഫൈസലാക്കാനോട് പറഞ്ഞിക്കണ്. പക്ഷെ ഫൈസലാക്കാതെ നമ്മളോട് പറയില്ലേ? അതാണ് ഇപ്പൊ മനസ്സിലാവത്തേ. അത് പറയാണ്ട് നമ്മളിപ്പോ എങ്ങടാ പോവാ? എന്താ പറയാത്ത എന്റെ ഫൈസലാക്ക? അയിമതിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഓനെ എനിക്ക് ചതിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞു? ചങ്ങായി എടോ, മൂപ്പർക്ക് അജിക്കാക്കിനെ ചതിക്കാൻ പറ്റില്ലല്ലോ, കാരണം അജിക്കാക്കി മൂപ്പരെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അപ്പൊ കഥ അല്ല ഫൈസലാക്ക, ആ കൽവി. ശരിക്കും അഹമ്മദ് നിങ്ങളെ ഫ്രണ്ടാണോ അതോ ഫ്രണ്ടിന്റെ ബ്രദറാണോ? രണ്ടാളും എനിക്ക് ഫ്രണ്ടും ഫ്രണ്ടിന്റെ ബ്രദറും ആണ്. അത് നിങ്ങൾ പറയാതെ നമ്മളെ കാര്യം നടക്കൂല ഫൈസലാക്ക. ഞമ്മക്കോനെ പിടിക്കണ്ടേ? നമ്മളിത് എങ്ങോട്ടെന്ന് വിചാരിച്ചിട്ടേ പോണ്.
അതിന് ആരെങ്ങോട്ട് പോണ്? ഞാനമ്മമാര് കേസിനൊന്നു ആശിക, ഞാൻ അപ്പളെ എന്നോട് പറഞ്ഞ എനിക്ക് വരാൻ പറ്റില്ലെന്ന്. വെറുതെ ഓരോരുത്തർ ഓറങ്ങണോടൊന്നും വിളിച്ച് വണ്ടി കയറ്റിയ ഇന്ന പേരെ കൊണ്ടാക്കി തന്നാളാ. ആശിക്കെ, ഞാൻ പറഞ്ഞ എന്നോട് ഇത് നമ്മളെ സ്വകാര്യ പ്രശ്നമാണ്, എല്ലാരും കൂടി വഷളാക്കരുതെന്ന്. എടങ്ങേറാണ്. ഇപ്പൊ എന്തായി? ആ വർത്താനം വേണ്ട വെച്ചുമല്ലേ, മറ്റന്നാ ഇലക്ഷനാണ്. അന്റെ ഉമ്മാക്ക് വോട്ട് കിട്ടുന്ന അയമേനി ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്റെ സ്ഥാനാർത്ഥിക്ക് 4 വോട്ട് കിട്ടണം. അല്ല നേരത്തെ തന്നെ ചങ്ങായി പോയത്. യൂസ്ഫേ, ഇജിതിന്റെ രാഷ്ട്രീയം കേട്ടല്ലേ? ഇത് നമ്മളെ ചങ്ങായിമാരെ കുടുംബത്തിലെ പ്രശ്നമാണ്, അത് നമ്മളെയും കൂടിയും പ്രശ്നമാണ്. അതുകൊണ്ടല്ല അന്നെ കൊടുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ എവിടേക്കാച്ചാ പോയിക്കോളിയും. ഇന്നാക്കി തരി, എനിക്ക് പോയിട്ട് പണിണ്ടേ. എന്നാ ഇച്ച് ഇവിടെ ഇറങ്ങിക്കോ, ആകെ തരാനൊന്നും സമയമില്ല. ഓൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ ഫൈസൽ പറയുന്നത്. ഇനിയും നേരെ വയ്ക്കാൻ പറ്റൂല. ചങ്ങ ഇന്നെ എവിടുന്ന് എടുത്തിച്ച് അവിടെ തന്നെ കൊണ്ടാക്കി തരേണ്ടി വരും, നിർബന്ധമാണത്. വല്ലാത്തൊരു വണ്ടിയും വലി. ഇജ് വെറുതെ ഇടങ്ങറാക്കല യൂസ്ഫേ. എന്തിറങ്ങറ്? ആരിറങ്ങറ്? വെറുതെ മനുഷ്യൻ ഓർമ്മ വിളിച്ചിട്ട് നിങ്ങളാണ് കിടങ്ങറ്. ആശിക്കെ, ഇത് ഇജ്ജായിട്ട് ഉണ്ടാക്കി ഇടങ്ങേറാണ്. ഇജ്ജ് തന്നെ തീർത്തല. ഓൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഓന്റെ കജില്ലാത്ത കുപ്പായോ. അത് മോഡലുണ്ടെങ്ങായി. മൂപ്പര് രാത്രി ഇടുന്ന മഞ്ഞ ടൗസറിലെ ഇതിലും റങ്കാണ്. ഈ ചങ്ങാതിക്കൂട്ടത്തെ മതരാഷ്ട്രീയ ചർച്ചകളൊക്കെ ഭിന്നിപ്പിക്കാറുണ്ടെങ്കിലും ഇവരെ ഒരുപോലെ ബാധിക്കുന്ന 2 ഘടകങ്ങളുണ്ട്: ഫുഡും ബോളും. ഫുട്ബോൾ. കൽവേ, അനക്ക് പോയിട്ട് ഇപ്പൊ എന്താ പരിപാടി? എന്റെ സ്കൂള് വരെ ഞാൻ ഒഴിവാക്കില്ലേ? ഇത് വയനാട് കഴിഞ്ഞ ട്രിപ്പ് പോവാന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ എനിക്ക് വയനാടൊക്കെ ഞാൻ പോയതെങ്ങായി. വേറെന്തെങ്കിലും പറയും. വണ്ടി എന്താണ് നമുക്കൊരു തീരുമാനക്കാം. സൂബിക്കനുണ്ട് ചോറ. ഇറങ്ങി യൂസു. അത് മാത്രല്ല, പിന്നെ എനിക്ക് വേറെ പണി തീർക്കാണ്ട്. മറ്റന്നാ ഇലക്ഷനിലെങ്ങായി പ്രചരണം കഴിഞ്ഞാലേ പിന്നെന്താ? എന്നാലും പണിയുണ്ടല്ലോ. അതിനിവിടെ ബാവുണ്ട്, ചെറിയാപ്പുണ്ട്, മുസ്തഫ ഒക്കെ ഉണ്ട്. അത് ഇജില്ലെങ്കിലും നടക്കും. അത് മാത്രല്ല, പീഡിയയിൽ ക്ലൈൻസ് വരും. ഞാൻ അല്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന്. കൽബേ, നിങ്ങൾ ഇന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ഇജി ജാസിഫിനെ എല്ലാം ഏൽപ്പിച്ചത്? ആ വർത്താനം വിട്ടാളാ. അനക്ക് ഒരു തിരക്കില്ല. ജോഡി കയറി നിക്ക. എന്നാലേ ഞാൻ വേറെ പറയാം. പറയ്. അത് എന്നെ കൊണ്ട് പറ്റൂലെന്ന്. നോക്കിയാ, ഇതിപ്പോ കോഴിക്കോടേക്ക് ഒരുമിച്ചൊരു പോക്ക്. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മോട്ടലത്തെ ചോറും മീൻ ഫ്രൈയും തിന്നിട്ടില്ലല്ലോ. ചോറ് മീൻ കറിയൊന്നും പറ്റൂല. പിന്നെ ബോംബെ ഹോട്ടലിലെ ബീഫ് ബിരിയാണി തന്നെ വേണം. അടിപൊളി ബിരിയാണി ആയിക്കോട്ടെ. അല്ല, അതിനുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് രാവിലെ കട്ടൻ ചായ കൂടെ കുടിക്കാതെ വന്നിക്കണേ. അപ്പൊ എത്ര നേരത്തേക്കുള്ള പരിപാടി എങ്ങായി? കോഴിക്കോട് തന്നെ നിക്കാൻ പോവാ. അപ്പൊ അമ്മേനെ പിടിക്കണ്ടേ? അതുണ്ട്. അതന്നെ. അപ്പൊ ഓനെ പിടിക്കണ്ടേ? ഇപ്പൊ ഇജ്ജ് വണ്ടി നിക്ക്. ഇനിയെന്താ? നിക്കേ, എന്നോട് പറയണം മര്യാദക്ക്. ഇജ്ജ് വാ. തന്താരൊക്കെ നോക്കിയാ, ജോനോടൊന്ന് മര്യാദക്ക് പറയും. യൂസഫേ, അന്റെ സഹായം വേണം. എന്റെ ഉമ്മാനെ വല്ലാത്ത അവസ്ഥയിലിട്ടിട്ട് അവൻ മുങ്ങിയത്. ഓനെ പിടിക്കാൻ സഹായിക്കണം. അങ്ങനെ വൈക്കുവാ. പക്ഷെ എങ്ങനെ? ഓ എവിടേക്കാ പോയത്? പൈസല്ലേ പറഞ്ഞോണ്ടാ. ഞാൻ പറഞ്ഞു തരൂല. അതൊന്നും വേണ്ട. ഫൈസൽ ഓനെ ചതിച്ചെന്ന് ഓന് തോന്നണ്ട. അല്ല, അതിപ്പോ ചതിയല്ലോ. അതെ, ഓനെ രക്ഷിക്കാൻ കൂടിയല്ലേ ഒരു തെറ്റെന്ന്. എന്റെ പ്ലാനിങ് ഇതാണ്. എന്താ? ഓന്റെ കോഴിക്കോട്ടത്തെ ഫ്രണ്ട്സിനെ കൊലീഗ്സിനെ എനിക്കറിയാം. ഓൽക്കാർക്കെങ്കിലും അറിയാണ്ടിരിക്കൂലല്ലോ. അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാൻ കൊടുത്തില്ല. അല്ല, അതെ, ഓനെ പിടിച്ചു കൊടുത്ത ഒരു ചെലവാട്ട മിസ്സാവണം. കൽവേ, ഓനെ പിടിച്ച അജ്മലിന്റെ ചെലവ്, ഓനെ കിട്ടിയില്ലെങ്കിൽ ഓന്റെ ചെലവ്, രണ്ടാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. ബ്രദറിന്റെ ഫ്രണ്ട് കള്ള ബിരിയാണി കടി ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ ജിന്നുകളുടെ ഒരു തത്വമുണ്ട്. നല്ല മനുഷ്യരിലൂടെ നല്ല ചിഹ്നം, ചീത്ത മനുഷ്യരിലൂടെ ചീത്ത ചിഹ്നമായിരിക്കും. നമ്മുടെ നായകനുണ്ടല്ലോ അഹമ്മദ്, ഓന്റെ കൂടെ ഇപ്പൊ കൂടിയിട്ട് കുറച്ചായി. ഓൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് അറിയാൻ. ഹലോ, ഇജ്ജ് റെഡി അല്ലേ? ഞാൻ റെഡിയാ. പക്ഷെ അനക്ക് പേടിയുണ്ടോ? പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വാശിയുണ്ട്. പേടിക്കണ്ട, ഞാൻ പറ്റൂലേ.
ഈ വേഗം വാട്ടോ, എന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അജ്മലെ ഇവിടെ ചവിട്ടിക്കോ. ആ ശരിയാ, ഞാനും മൂത്രമൊക്കെ മുട്ടിയൊക്കെയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ് സുബി നിസ്കരിക്കണ്ടേ ഈ നേരത്താ? വാ. ഈ നേരത്തല്ല പിന്നെ രാത്രിയാ ഏതപ്പോ എപ്പോഴായാലും നിസ്കരിച്ചാ പോരെ ചങ്ങായി. അപ്പൊക്കോരെ കല്യാണം കഴിയില്ലെങ്ങമാരെ ചെറുക്കാണ്ട് നടന്നൂട്. പടച്ചോനുള്ള സമയത്ത് കൊടുക്കണ്ടേ നസ്രു? അല്ല അത് വേണോ, എന്നാലും കട്ടൻ ചായ കുടിച്ചിട്ട് നിസ്കരിച്ചാലും മതിയില്ലേ? അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ഈ നിസ്കരിച്ചാണോ? യെസ്. ഇല്ല, ഞാൻ വണ്ടി ഓടിക്കാം. ഈ അല്ലേ നിസ്കരിച്ചു. നമുക്ക് പോണ്ട അവിടെ. എന്തേ പറയുന്നേ? അള്ളാഹിനെ പറ്റി ഒരു വിചാരമില്ലേ? നിസ്കരിച്ചിട്ട് പോയാ മതി.